പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമിൻ്റെ കയ്യിൽ നിന്നും വിടുവിപ്പാനും ആ ദേശത്തു നിന്നും നല്ലതും വിശാലതുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന എന്നെ കേൾക്കുന്ന ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ആരോ, വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആരോ, അവരോട് കർത്താവ് ഉറപ്പിച്ച് പറയുന്നു, നിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഞാൻ പറയാം, നമ്മുടെ ചാർച്ചക്കാർ, ബന്ധക്കാർ കണ്ടാൽ അയ്യോ കഷ്ടം, അയ്യോ പാവം, അല്ലെങ്കിൽ നമ്മെ വിധിക്കും, നിൻ്റെ അഹങ്കാരമാണ്, നീ എടുത്തു ചാടിയതാണ്, നീ ഇങ്ങനെ ചെയ്തതാണ്, നാം വിധിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ കഷ്ടത കാണുന്ന 90% ആളുകൾ നമ്മളെ വിധിക്കുമ്പോൾ ദൈവം പറയാം, അതാ ഞാൻ ഇറങ്ങി വരികയാണ്. എന്തിനാണെന്നറിയാമോ? നിൻ്റെ നിലവിളിയും കഷ്ടത കണ്ടു, നിലവിളി കേൾക്കൂ. അടുത്തതിൽ പറയാണ്, നിന്നെ കഷ്ടതയിൽ നിന്നും വിശാലതയിലേക്ക്, ഞെരുക്കത്തിൽ നിന്നും നിന്നെ നന്മയിലേക്ക്, നല്ലതും വിശാലവുമായതിലേക്ക് നടത്തുവാൻ ദൈവഹൃദയം, ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ ഒതുങ്ങി ഞെരുങ്ങിപ്പോകാനല്ല, നല്ലതും വിശാലതുമായത്. നിങ്ങൾക്കൊരു വീട് തരണമെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹം നല്ലതായിരിക്കണമെന്നാണ്, അത് വിശാലമായിരിക്കണമെന്നാണ്. നിങ്ങൾക്കൊരു സഭ തരണമെങ്കിൽ, ശുശ്രൂഷ തരണമെങ്കിൽ അത് നന്നായിരിക്കണം, വിശാലമായിരിക്കണം. ഇന്ന് എന്നെ കേൾക്കുന്നവരുടെ ബിസിനസ്സോ ജോലിയോ സങ്കടപ്പെട്ട് എന്തിനും കാര്യത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്നോ, നല്ലതും വിശാലവുമായതിൽ നിങ്ങൾക്ക് കർത്താവ് പോസ്റ്റ് ചെയ്യാൻ പോവുക, നിങ്ങളെ പറിച്ച് നടാൻ പോവുക. ചിലരെ ഇതുവരെ ആയിരുന്ന സ്ഥലത്തുനിന്ന് കർത്താവ് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യിക്കാൻ പോവുക. ഇതുവരെ ആയിരുന്നതിൽ നിന്ന് കർത്താവ് നിങ്ങളെ മാറ്റി വേറെ ഒന്നിലേക്ക് കർത്താവ് നിങ്ങളെ ആക്കാൻ പോവുക. എന്നെ കേൾക്കുന്ന ആരോ ആശങ്കപ്പെടുന്നു, അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് കർത്താവ് ഇടപെടുന്നു. നിങ്ങളുടെ സമയമായി നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യുക, ഡിവൈൻ ഷിഫ്റ്റിലേക്ക്, ഡിവൈൻ ട്രാൻസ്ഫറിലേക്ക് നിങ്ങളെ കർത്താവ് പറിച്ച് നടാൻ പോകുന്നു. നല്ലതും വിശാലമായതിലേക്ക് നിങ്ങൾ പോകുന്നത് കേട്ടോ. പാലും തേനും ഒഴുകുന്നതിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇന്ന് വാക്യം നിങ്ങളുടെ ചെവിയിലേക്ക് ഇറങ്ങി വരികയാണ്, നിങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങി വരികയാണ്. നിങ്ങളെ ഞെരുക്കത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നിട്ട് നിങ്ങളെ കർത്താവ് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഒരാമയം പറയാമോ? ഇന്ന് കേൾക്കുന്നവർ പറയും, ഇത് എന്നോടാണ് കർത്താവേ, ഞാൻ ആമയം പറയുന്നത് പറയാമോ? ഇന്ന് കേൾക്കുന്നൊരു ആമയം പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആമയം പറഞ്ഞിട്ട് പറ, ഇത് എന്നോടാണ്. വലുതും വിശാലമായതിലേക്ക്, ഞെരുക്കത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നും എന്നെ വിടുവിപ്പാൻ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. മിഡിൽ ഈസ്റ്റ് ഇരിക്കുന്ന ചിലർ ആശങ്കപ്പെട്ടിരിക്കുകയാണ്, ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളെ മറ്റൊരു രാജ്യത്തിലേക്ക് ഉറപ്പിക്കാൻ പോകുന്നു, മേൽത്തരമായത് ഉറപ്പുള്ളതിലേക്ക്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.